തിരുവനന്തപുരം ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞത് 5 സീറ്റാണ്. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പി തമ്മിലടിച്ച് നശിക്കുന്നത് തിരുവനന്തപുരത്ത്. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ യുവമോർച്ച മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി നടത്തിയ പരാമർശങ്ങൾ ബി.ജെ.പിയിൽ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കിയിരിക്കുന്നു. യുവമോർച്ചയുടെ സജീവ പ്രവർത്തകനായിരുന്നു കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി. അദ്ദേഹമാണ് ശക്തമായ രീതിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിനെ വിമർശിച്ചിരിക്കുന്നത്. 2014, 2019, 2024 ഇലക്ഷനുകളിൽ ശശി തരൂറിന് വേണ്ടി സുരേഷ് പാർട്ടിയെ ഒറ്റുകൊടുത്തു എന്നാണ് കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കുറിച്ചിരിക്കുന്നത്. യുവമോർച്ച ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിനെയും സുരേഷിനെയും ശക്തമായി വിമർശിച്ചിരുന്നു കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഇതിൽ പ്രകോപിതനായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ ബി.ജെ.പിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് കോളിളക്കമുണ്ടാക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി. രാജഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ലോക്സഭയിൽ പരാജയപ്പെടുത്താൻ എസ് സുരേഷ് ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതിനുള്ള പ്രത്യുപകാരമായി എസ് സുരേഷിൻ്റെ മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ ശശി തരൂർ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തുവെന്നും കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി ആരോപിക്കുന്നു. ഇതൊക്കെ പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമാണെന്നും താനത് തുറന്നു പറയുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എക്കാലവും ചുമതലയിൽ തൂങ്ങിപ്പിടിച്ചിരിക്കാൻ വേണ്ടി മാറി മാറി വരുന്ന സംസ്ഥാന അധ്യക്ഷന്മാരോട് ചേർന്ന് നിൽക്കുകയും അതിനിടയിൽ കൂടി കോർ കമ്മിറ്റി രഹസ്യങ്ങൾ വരെ മാധ്യമങ്ങൾക്ക് ചോർത്തുകയും കൂടെയുള്ള സഹപ്രവർത്തകരെ ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന പഠിച്ച കള്ളനാണ് എസ് സുരേഷ് എന്ന് വിഷ്ണുനാരായണൻ നമ്പൂതിരി ആരോപിച്ചിരിക്കുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയുന്നത് സുരേഷ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. പാർട്ടി അധ്യക്ഷനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി അദ്ദേഹത്തിൻ്റെ കീയായി പ്രവർത്തിക്കുന്നു എന്നാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ആരോപണം. എന്തായാലും വിഷ്ണുനാരായണൻ നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്ത സംഭവം ബി.ജെ.പിയിൽ പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുതിർന്ന നേതാവായ എസ് സുരേഷിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി. രാജീവ് ചന്ദ്രശേഖറിനെയും അദ്ദേഹം ശക്തമായി തന്നെ വിമർശിച്ചു. നേരത്തെ രാജീവ് ചന്ദ്രശേഖറിനെയും സുരേഷിനെയും പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ യുവമോർച്ചയിൽ നിന്നും ബി.ജെ.പിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി പാർട്ടിക്ക് പുറത്താണ്. പക്ഷേ ബി.ജെ.പി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വലിയ തുടർചലനങ്ങൾക്ക് കാരണമാകും. ബി.ജെ.പിയെ ഗ്രൂപ്പില്ലാതെ ഒറ്റക്കെട്ടായി നയിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് തുമ്പിൽ ശക്തമായ രീതിയിൽ വിഭാഗീയത നടക്കുന്നു. മറ്റൊരു ആരോപണവും കൂടി കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയുന്നുണ്ട്. ബി.ജെ.പി ജില്ലാ ഓഫീസിലും സംസ്ഥാന ഓഫീസിലും മുതിർന്ന നേതാവായ കൗൺസിലറായ അശോക് കുമാർ സാറിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന്, അത്രമാത്രം ബി.ജെ.പിയെ എസ് സുരേഷ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്ന്. എന്തായാലും കൈപ്പള്ളി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ആരോപണങ്ങൾ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ്. സംഘടനാപരമായി ബി.ജെ.പിയെ ഗ്രൂപ്പില്ലാതെ നയിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. എന്നാൽ ബി.ജെ.പി ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന തലസ്ഥാനത്ത് തന്നെ ബി.ജെ.പി തമ്മിലടിച്ച് യാദവകുലം പോലെ നിൽക്കുകയാണ്.